ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ. 30 വർഷത്തെ തടവിന് ശേഷമായിരിക്കും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടത്. ഒപ്പം 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 23 വർഷം പൊന്നുപോലെ വളർത്തിയ ഏക മകളെ കൊലപ്പെടുത്തിയ സന്ദീപ് എന്ന പ്രതിക്ക് വധശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ. എന്നാൽ വിധി വന്നപ്പോൾ അത് ജീവപര്യന്തമായി മാറുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അപ്പീൽ പോകാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. കോടതി വിധിയിൽ പൂർണ്ണമായും തൃപ്തിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് കുടുംബം അപ്പീലിനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. കൂടുതൽ ശിക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രോസിക്യൂട്ടറും ടീമുമായിട്ട് ആലോചിച്ചിട്ട് ഉയർന്ന കോടതിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. 45-50 കിലോ ഭാരമുള്ള ഒരു കൊച്ചിന്റെ ശരീരത്തിൽ വിറക് കീറുന്നത് പോലെ കുത്തിക്കീറിയത്, ആ വേദനയെല്ലാം അറിയാൻ അവൻ തയ്യാറാകണം. അങ്ങനെയുള്ള ശിക്ഷ കിട്ടണം. 302 വകുപ്പ് പ്രകാരമാണ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 1 ലക്ഷം രൂപ പിഴയായി നൽകണം. പിഴയൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. അപ്പം തന്നെ 307, അതായത് വധശ്രമത്തിനാണ് 10 വർഷം തടവ്. അതുപോലെ തന്നെ മറ്റൊരു കേസിൽ 324 വകുപ്പ് പ്രകാരമുള്ള കേസിലും 10 വർഷം തടവുണ്ട്. പക്ഷേ ഈ 2 ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് കോടതിയുടെ തീരുമാനം. ആദ്യത്തെ 30 വർഷം ശിക്ഷ അനുഭവിച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അത് കൂടാതെ പിഴ ശിക്ഷയും കോടതി ഇതിനോടൊപ്പം തന്നെ ഉത്തരവുണ്ടായിട്ടുണ്ട്. പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം നൽകണം എന്നായിരുന്നു പ്രതി കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി അത് നിരാകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ പോലും പ്രതിക്ക് അതിൽ ലഭിക്കാവുന്ന നിയമപ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ കോടതി നൽകിയിട്ടുണ്ട് എന്നാണ് നിയമവിദഗ്ധരും പറയുന്നത്. ആ പ്രതിയുടെ അമ്മയും ആ വിധി കേൾക്കാൻ വേണ്ടി കോടതിയിലുണ്ടായിരുന്നു. മകനെ ചിലപ്പോൾ വിട്ടയക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരിക്കാം അമ്മ എത്തിയത്. പക്ഷേ ഈ പ്രതിക്ക് യാതൊരു വികാരവും ഇല്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുകയായിരുന്നു. 2 അച്ഛനും അമ്മയും, അതായത് ഈ വന്ദനാദാസിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ നിറകണ്ണുകളോടുകൂടിയാണ് ആ കോടതിയിൽ നിന്ന് പടിയിറങ്ങിയത്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.